നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പോളിംഗ് പകുതി സമയം പിന്നിടുമ്പോൾ പത്തനംതിട്ടയിൽ മാത്രം ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത് 64.11% പേരാണ്. 13,78,587 വോട്ടർമാരിൽ 6,90,912 പേരാണ് ഉച്ചയോടെ വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ 67% പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. 1,12,005 പേർ ആറന്മുളയിൽ വോട്ട് ചെയ്തു. 49.17% വോട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ 97,450 പേരും, പൂഞ്ഞാറിൽ 92,991 പേരും, റാന്നിയിൽ 95,983, കോന്നിയിൽ 98,909 പേരും, അടൂരിൽ 99,505 പേരും, തിരുവല്ലയിൽ 94,069 പേരുമാണ് വോട്ട് ചെയ്തത്. കേരളത്തിൽ എല്ലായിടത്തുമുള്ള തിരഞ്ഞെടുപ്പ് ആവേശം തെക്കൻ ജില്ലകളിലും കാണുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിലവിലെ ലക്ഷണങ്ങൾ വെച്ച് റെക്കോർഡ് പോളിംഗിലേക്കാണ് കേരളം നീങ്ങുന്നത്. പതിവായി നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്ന മലബാറിൽ ഇക്കുറി കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ പൊതുവെ വോട്ടിംഗിൽ പിന്നോക്കം നിൽക്കുന്ന തെക്കൻ ജില്ലകളിൽ അതേ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലേതിന് സമാനമായോ അതിലേറെയോ ആണ് തെക്കൻ ജില്ലകളിലെയും ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ്. ഇപ്പോൾ 9 മണിക്കൂർ പിന്നിടുമ്പോൾ ഏകദേശം 64.74% ഇപ്പോൾ പോളിംഗ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് UDF ക്യാമ്പിൽ അങ്കലാപ്പ് കൂട്ടുകയാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും UDFന് വൻ ഭൂരിപക്ഷം നൽകിയ ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ് പോളിംഗ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരിക്കുന്നത്. അതേസമയം വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിക്ക് 3 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് UDFും KPCCയും പ്രതീക്ഷിക്കുന്നത്. അതിൽ പകുതിയിലേറെ വോട്ടും മലപ്പുറം ജില്ലയിലെ ഈ 3 മണ്ഡലങ്ങളിൽ നിന്നായി കിട്ടുമെന്നായിരുന്നു UDFിന്റെ കണക്കുകൂട്ടൽ. വയനാട്ടിൽ മാത്രം ഭൂരിപക്ഷം കുറഞ്ഞാലും ഇപ്പുറത്ത് അധികം വോട്ട് നേടി അതിനെ മറികടക്കാമെന്നതായിരുന്നു തന്ത്രം. എന്നാൽ പോളിംഗ് സമയം 8 മണിക്കൂർ പിന്നിടുമ്പോൾ UDF പ്രതീക്ഷകൾക്ക് നേരെ വിപരീതമായാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് ആണ് ഇന്ന് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നത്. സുൽത്താൻ ബത്തേരിയിൽ ഉച്ചയോടെ തന്നെ പോളിംഗ് 50% കടന്നിരുന്നു. കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഇതുതന്നെയാണ് അവസ്ഥ. 20 വർഷത്തെ ഏറ്റവും മികച്ച പോളിംഗ് വയനാട്ടിൽ രേഖപ്പെടുത്തിയപ്പോൾ നേരെ വിപരീതമാണ് മലപ്പുറം ജില്ലയിലെ അവസ്ഥ. രാവിലെ മുതൽ മന്ദഗതിയിലാണ് മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിലെയും പോളിംഗ് നടന്നത്. വയനാട് ജില്ലയിലെ പോളിംഗ് ശതമാനം 60 കഴിഞ്ഞെങ്കിലും ഏറനാട് 56.82, വണ്ടൂരിൽ 56.45, നിലമ്പൂരിൽ 59.52 എന്നിങ്ങനെയാണ് മലപ്പുറം മണ്ഡലങ്ങളിലെ പോളിംഗ് നിലവാരം. ഏതായാലും സംസ്ഥാനത്ത് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും അവസാന ഘട്ടത്തിലും ഏറ്റവും കനത്ത പോളിംഗ് തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.